ഒരു ആൾട്ട് പ്ലസ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവരിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ ആയിരുന്നു സൂക്ഷിച്ചത്. ഉപയോഗിച്ചിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമപരമായ നടപടി ചെയ്യും. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയതിന് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു പറഞ്ഞത്. എത്ര പണം കിട്ടിയിട്ടുണ്ട് സാർ? ഒരു 9.5 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. ഇപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞു. അവർ നിലവിൽ 9 പേരാണ്. 9 പേര് അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. ആരുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും അതിനെക്കുറിച്ച് അവരുടെ ബാക്കിയുള്ള വിശദമായ അന്വേഷണം കൃത്യമായിട്ട് നടത്തും. അല്ല, അവര് പല ആളുകളും റെസ്റ്റ് എടുക്കണമായിരുന്നു. നമുക്ക് ഇൻഫർമേഷൻ കിട്ടി വന്നപ്പോൾ റെസ്റ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതുപോലെ അവർ ഉപയോഗിച്ചതായിട്ട് അവർ മെഡിക്കൽ പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള ഓൾറെഡി അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ നിയമ നടപടിക്ക് ശേഷം ഞങ്ങൾ ജാമ്യം കൊടുക്കും. ആരുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല. പേഴ്സണൽ സ്ഥലത്തിൽ കിട്ടിയിട്ടില്ല. സോഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ സോഴ്സ് കണ്ടുപിടിക്കും. റാപ്പ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 7 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. 9 പേരടങ്ങുന്ന സംഘമാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടോ? വേടൻ ഉണ്ടായിരുന്നോ ഫ്ളാറ്റിൽ? തീർച്ചയായിട്ടും മഞ്ജുഷ്, കാരണം 7 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. എക്സൈസ് നിയമം അനുസരിച്ച് 1 ഗ്രാം മുതൽ 999 ഗ്രാം വരെയുള്ള കഞ്ചാവ് കൈവശം വെച്ചാൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചേക്കാം. പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ആണ് നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ ഉടനുണ്ടാകും. ഈ രഹസ്യ വിവരത്തെ തുടർന്നാണ് വേടന്റെ ഫ്ളാറ്റിൽ സെർച്ച് നടത്തിയത്. ഡാൻസ് ഓഫ് സംഘം ആണ് സെർച്ച്, പോലീസും ഡാൻസ് ഓഫ് സംഘവും അടങ്ങുന്ന സംഘമാണ് സെർച്ച് നടത്തിയത്. അതേ തുടർന്ന് 9 പേരടങ്ങുന്ന സംഘമായിരുന്നു ഈ പരിശോധനാ സമയത്ത് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. അതായത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് തന്നെയാണ്. പക്ഷേ 2022 ഇത്തരത്തിലൊരു കേസ് വേടന് എതിരെ ഉണ്ട്. അങ്കമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുണ്ട്. അത് മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങുന്ന വഴിയുള്ള ഇടയ്ക്കുള്ള പരിശോധനയിൽ, സാധാരണ വാഹന പരിശോധനയ്ക്കിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വേടന്റെ ഭാഗത്തു നിന്ന് വേടന്റെ കൈവശം അന്ന് കഞ്ചാവ് കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായത്. ഇത് പുതിയൊരു കാര്യമല്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട ലഹരി വിരുദ്ധ പ്രസ്താവനകളൊക്കെ ബന്ധപ്പെട്ട വേടന്റെ പോസ്റ്റ് ഒരുപാട് വൈറലായിരുന്നു. മാത്രമല്ല യുവജനങ്ങൾക്കിടയിൽ, ന്യൂജൻ പാട്ടുകാർക്കിടയിൽ വളരെ ട്രെൻഡിങ് ആയ സോങ്ങുകളുമായിട്ട് ഒരുപാട് ആരാധകരുള്ള ഒരു പാട്ടുകാരൻ കൂടിയാണ് വേടൻ. പ്രത്യേകിച്ചും സ്വതന്ത്ര സംഗീതത്തിൽ ഒരുപാട് ആരാധകരുള്ള വേടൻ കൂടിയാണ്. വേടൻ വരുന്നിടത്ത് ശരിക്കും കഴിഞ്ഞ തവണ ഈ കനകക്കുന്നിലുണ്ടായ ആൾക്കൂട്ടത്തെ പറ്റിയ സ്പെഷ്യൽ സ്ക്വാഡ് അവരെ നിയന്ത്രിക്കാൻ പെട്ട പാടുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി വളരൂ കുഞ്ഞുങ്ങളെ, മക്കളെ പൊളിറ്റിക്കലി വളരൂ, നിങ്ങളാണ് നാളത്തെ തലമുറകൾ, കാരണവന്മാർ ചെയ്യുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്നിരുന്നു. മാത്രമല്ല ലഹരി ഉപയോഗിക്കരുത്, ലഹരി വിഷമാണ് കുഞ്ഞുങ്ങളെ എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്ന ശേഷമാണ് ഇപ്പോൾ വീണ്ടും വേടന്റെ ഭാഗത്തു നിന്നും വേടന്റെ കൈവശം ഇത്തരം കഞ്ചാവ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മഞ്ജുഷ സൂചിപ്പിച്ച പോലെ അറസ്റ്റിലേക്ക് നീങ്ങാമെങ്കിലും സെഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന കേസാണെങ്കിൽ കൂടിയും 7 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ളത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ന്യൂജൻ പാട്ടുകാർക്കിടയിൽ, പ്രത്യേകിച്ചും ന്യൂജൻ കുട്ടികളുടെ ആരാധനാപാത്രമായ ഒരാളുടെ കൈവശം ആൾ ഇത്തരത്തിലൊരു കേസിൽ പെടുന്നു എന്നുള്ളതും ഗുരുതരമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. ശരി, വിവരങ്ങൾ നൽകിയത്. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്.